മിസ്സസോ? മിസ്സസ് ഇല്ലല്ലോ. എവിടെ പോയി? നിങ്ങൾക്ക് ആള് തെറ്റി, ഞാൻ കല്യാണം കഴിച്ചിട്ടില്ല. താങ്ക് യു. ഹലോ, എന്ത് പറഞ്ഞടി? സ്റ്റിൽ അൺമാരിഡ്, ക്രോണിക് ബാച്ചിലർ. എങ്ങനെയുണ്ട് റീനയുടെ ബുദ്ധി? സമ്മതിച്ചിരിക്കുന്നു. നിനക്ക് സംസാരിക്കണോ? എന്നോട് നുണ പറയുന്നത് എന്തിനാ? നിനക്ക് സംസാരിക്കണമെന്നുണ്ട്. ഒന്നുകൂടെ വിളിക്കാം. ഹലോ. ദാ ഫോൺ എടുത്തു. ഹലോ, സംസാരിക്കൂ. സംസാരിക്കൂ. ഹലോ, 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 ഹലോ ആരാ സംസാരിക്കുന്നത്? ഹലോ ഹലോ. എന്താ വേണ്ടെന്ന് പറയൂ. ഇതെന്താ ഉറങ്ങുന്ന മനുഷ്യനെ ശല്യപ്പെടുത്താൻ വേണ്ടി തന്നെയാണോ? നിങ്ങൾ ആരാണ്? ഒരു മനുഷ്യ സ്ത്രീയാണ്. മനുഷ്യനെ കളിയാക്കാണോ? ചൂടാവല്ലേ സാർ. ഈ മനോഹരമായ രാത്രിയിൽ കന്യകയായ ഒരു പെൺകുട്ടി ഫോണിൽ വിളിക്കുമ്പോൾ ഇത്ര അരസികത്വം പാടില്ല സാർ. പിന്നെ ഞാൻ എന്ത് വേണം? ഇത്തിരി റൊമാൻറ്റിക് ആവാം. മധുരമുള്ള ശബ്ദത്തിൽ സംസാരിച്ചുകൂടെ? എന്നാൽ ഒരു പാട്ട് പാടാം, ഒരു പ്രേമഗാനം. വെരി ഗുഡ്, കേൾക്കട്ടെ. നോയ്സൻസ്. ചൂടായി. ആള് വിചാരിച്ചതുപോലല്ല, ടഫാ. അത് വിട്ടേക്ക് മോളെ. എനിക്കിഷ്ടായി. എന്ത്? പെണ്ണിന്റെ നിറം കണ്ട കൊഞ്ചിക്കൊഴയാൻ നിൽക്കുന്ന ആളല്ല. അച്ഛാ, റീനെ വീട്ടിൽ കൊണ്ട് വിട്ടിട്ട് വരാം. ഉച്ചക്ക് ഊണെല്ലാം കഴിഞ്ഞ് വെയിലാറിയിട്ട് പോയപ്പോരെ? അയ്യോ, ഡാഡി എന്നെ കൊല്ലും. ഇന്നലെ തന്നെ ഡാഡിയുടെ കയ്യും കാലും പിടിച്ചിട്ടാ വിട്ടത്. ഡാഡി ഹോസ്പിറ്റലിലേക്ക് പോകുന്നതിന് മുമ്പ് വീട്ടിലെത്തിയേക്കാന്ന വാക്ക്. വാക്കല്ലേ മാറാൻ പറ്റൂ. പിന്നെ എന്ത് തീരുമാനിച്ചു കൂട്ടുകാരികള്? തീരുമാനം ഞങ്ങൾ ഇന്നലെ തന്നെ പറഞ്ഞല്ലോ. നിനക്ക് വല്ല മാറ്റം ഉണ്ടോടി? ഇല്ല. മോടെ ഇഷ്ടമാണ് ഏറ്റവും പ്രധാനം. പക്ഷെ എന്റെ ഒപ്പീനിയൻ നീ ഒന്നുകൂടെ ആലോചിക്കണമെന്നാ. ഇത് നമുക്ക് കിട്ടാവുന്നതിൽ ഏറ്റവും നല്ല ബന്ധമാ. KR നായർ എന്ന് വെച്ചാൽ ആരാണെന്ന് വിചാരിച്ചേ? ചീഫ് മിനിസ്റ്റർ ഓഫീസില് പെർമിഷൻ ഇല്ലാതെ കയറി ചെല്ലാവുന്ന ഒരാളെ ഉള്ളൂ KR നായർ. അതൊരു ക്വാളിഫിക്കേഷൻ ആണോ അങ്കിൾ? മാത്രമല്ല മിസ്റ്റർ KR നായർ അല്ലല്ലോ വരൻ. ചെക്കൻ എന്താ മോശമാണോ? മിടുക്കനല്ലേ? മാലതിക്കും ഇഷ്ടായി, എനിക്കും ഇഷ്ടായി, അമ്മയ്ക്കും ഇഷ്ടായി. കൃഷ്ണേട്ടനും സുഭദ്രേട്ടയ്ക്ക് ഇഷ്ടാവുന്നുള്ള കാര്യത്തില് ഒരു തർക്കവും ഇല്ല. ഞാൻ നിർബന്ധിക്കുന്നില്ല. നിന്റെയാണ് ജീവിതം, നീയാണ് തീരുമാനിക്കേണ്ടത്. യെസ്. ഹലോ, ആരാണ്? മനുഷ്യ സ്ത്രീ. നിങ്ങൾ ആരാണ്? വെറുതെ എന്നെ എന്തിനാണ് ശല്യപ്പെടുത്തുന്നത്? ഞാൻ ആരാണെന്ന് അറിയണമെങ്കിൽ പ്ലീസ് കം ടു ദ റെസ്റ്റോറന്റ്. ഏത് റെസ്റ്റോറന്റിൽ? ഈ ഹോട്ടൽ റെസ്റ്റോറന്റ്. ഐ ആം വെയിറ്റിംഗ് ഫോർ യു. ഓക്കെ. മനുഷ്യ സ്ത്രീ. What did you say? Yes. Please, sir. Thank you. Waiter. சார், எனக்காக யாராவது வெயிட் பண்றாங்களா? முன்னாடி ஃபோன் பண்ணாங்களே அந்த லேடி தானே சார்? அது அந்த குரூப்ல இருக்காங்களே. சரி. മിസ്റ്റർ ബാലേന്ദ്രൻ, ഒരു മനുഷ്യ സ്ത്രീയല്ലേ തിരയുന്നത്? ഞങ്ങളുമൊക്കെ മനുഷ്യരാണ്. മീറ്റ് മൈ സണ്ണിലോ കൃഷ്ണകുമാർ. ഒരു പാവം പോലീസാണേ. അറിയാൻ കേട്ടിട്ടുണ്ട്. ഇതെന്റെ മകളെ സുഭദ്ര. ബാക്കിയെല്ലാം അറിയാമല്ലോ. പിന്നെ അന്വേഷിച്ച ആള് കണ്ടിട്ടുണ്ടാവും, പക്ഷെ പരിചയപ്പെട്ടിട്ടുണ്ടാവില്ല. പരിചയപ്പെട്ടിട്ടുണ്ട്, ടെലിഫോണിലൂടെ. ഓ, മനുഷ്യ സ്ത്രീ അല്ലേ? മദ്രാസ് മെഡിക്കൽ കോളേജ് പ്രൊഫസർ ഡോക്ടർ പോൾ വർക്കിയുടെ മകൾ റീന. ഓ. മിസ്റ്റർ ബാലേന്ദ്രൻ ഇരിക്കൂ. ഇല്ല, നിങ്ങൾ കൈ.
പേടിക്കൊന്നും വേണ്ട, ബില്ല് ഞങ്ങള് പേ ചെയ്തോളാം. അല്ല അതുകൊണ്ടല്ല, നിങ്ങളുടെ ഫാമിലി ഗെറ്റ് ടുഗദറിൽ ഞാനൊരു അധികപ്പറ്റാവണ്ട. ഞങ്ങൾക്ക് ഇന്ന് വളരെ പ്രധാനപ്പെട്ട ഒരു ദിവസമാണ്. ഒരു വിവാഹ നിശ്ചയത്തിന് സന്തോഷമാണ്. KR നായരുടെ മകൻ നിർമ്മലയെ കാണാൻ വന്ന ദിവസം ക്ഷണിക്കാതെയാണ് താൻ വന്നത്. ഞാൻ അറിയാതെ കേസിന്റെ കാര്യത്തിന് വന്നല്ലേ. ഏത് കേസ്? നുണയൊന്നും പറയണ്ട, കൂട്ടുപ്രതി എല്ലാം ഏറ്റു പറഞ്ഞിരിക്കുന്നു. അങ്ങനെ ഒരു നാടകം കളിക്കേണ്ട വല്ല ആവശ്യം ഉണ്ടായിരുന്നു തനിക്ക്? സ്വയംവരത്തിൽ താൻ തെരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നു, മനസ്സിലായില്ലേ? അവിടെ ഒരു സീറ്റ് ഒഴിച്ചിട്ടിട്ടുണ്ട്. അതിന്റെ വുഡ് ബി സണ്ണിലേക്കുള്ള സമ്മതമാണെങ്കിൽ തനിക്ക് അവിടെ പോയിരിക്കാം. എനിക്ക് വേണ്ടെന്നേ. ഹാ, പിന്നെ നീ എന്ത് പുളുത്താനാടാ എനിക്ക് കമ്പനി തരാന്ന് പറഞ്ഞു വന്നത്? പിടിയടാ. ആ നീ മാലതിയെ കെട്ടിയിട്ട് എത്ര കൊല്ലായി? 5. ആ, ഞാൻ സുഭദ്രയെ കെട്ടിയിട്ട് കൊല്ലം 9 ഞാനാണ് ആദ്യമായി ഈ വീട്ടിലേക്ക് വന്നു കയറിയത്. അതല്ല ശരി, വന്നു കയറിയത് ഞാനല്ല, ഞാൻ കെട്ടിക്കൊണ്ടുപോയിട്ടേ ഉള്ളു. ഇന്ന് വരെ എന്നോടോ നിന്നോടോ റോട്ടറി ക്ലബ്ബല്ല ഏതെങ്കിലും ഒരു ക്ലബ്ബിൽ മെമ്പർ ആകാൻ പറഞ്ഞിട്ടുണ്ടോ? ഇല്ല. ഇല്ല. ആ, ഈ ബാലേന്ദ്രൻ വരുവാനായിട്ട് എത്ര കൊല്ലമായി? കൊല്ലോ 6 ദിവസമല്ലേ ആയുള്ളൂ. ആണല്ലോ. പക്ഷെ ഇന്നേ അവനെ റോട്ടറി ഇന്റർനാഷണൽ മെമ്പർ ആക്കാൻ കൊണ്ടുപോയിരിക്കണു. ഇൻസ്റ്റലേഷൻ സെറിമണി. അപ്പൊ നമ്മളൊക്കെ ആരാ? മൂഞ്ചികളോ? അത് പിന്നെ നമ്മൾ ആരും മദ്രാസിലല്ലോ. പോട്ടെ, ഈ ബൂർഷ്വാ ക്ലബിലും നിനക്ക് താല്പര്യമില്ലാന്ന് തന്നെ വയ്ക്കാം. സ്ത്രീധനമായിട്ട് നിനക്ക് എത്ര വന്നു? അത് 201 പവനും 5 ലക്ഷം രൂപയും ഒരു കാറും തന്നു. എനിക്കോ പാവൻ വേറെ 101, 1 ലക്ഷം ഉലുവ, നോ കാർ. ആ, അത് പോട്ടെ, ഞാൻ വെറും ഒരു പാവം പോലീസുകാരൻ, ഗവൺമെന്റ് സർവന്റ്. ഇവൻ എത്ര കൊടുത്തു ഈ ബാലകൃഷ്ണന്? ബാലകൃഷ്ണൻ അല്ല, ബാലചന്ദ്രൻ. ആ, എന്ത് രോമെങ്കിലും ആവട്ടെ. 250 പവനും 10 ലക്ഷം രൂപയും. അപ്പൊ നമ്മളൊക്കെ എന്താ റാസ്കൽസാ? പറ, നീ പറയണം. അല്ല, അത് അച്ഛൻ എങ്ങനെ വിചാരിച്ച? ആ വിചാരമാണ് തെറ്റ്, ആ വിചാരമാണ് തെറ്റ്. അങ്ങനെ കൊച്ചാക്കരുത്. അവിടെ ഇരിടാ, അവിടെ ഇരിക്കാൻ. കൃഷ്ണ, ഫംഗ്ഷൻ ഗംഭീരമായി. ബാലേന്ദ്രൻ നല്ല ഒന്നാന്തര പ്രസംഗം ചെയ്തു. മദ്രാസിൽ വന്ന് ഇറങ്ങിയത്, കയറി വന്ന പടവുകൾ, പ്രയത്നം, സത്യസന്ധത, ഹൈലി ഇമോഷണൽ. ഈ സ്ട്രഗിൾസിന്റെ കഥയൊന്നും എനിക്കറിയാൻ പാടില്ല കേട്ടോ. ഞാനും അങ്ങനെയാ, സിംഗപ്പൂരിൽ പോയി കഷ്ടപ്പെട്ട് നേടിയതായി കാണുന്നൊക്കെ. റോട്ടറിയിലും ലയൺസിലും ഒക്കെ ചേരണമെന്ന് പറഞ്ഞ് പലരും വന്ന് നിർബന്ധിച്ചിട്ടും എനിക്ക് താല്പര്യം ഉണ്ടായിരുന്നില്ല. ഇതിപ്പോ അങ്കിള് വന്ന് നിർബന്ധിച്ചപ്പോ. അങ്കിളല്ല, അച്ഛൻ, അങ്ങനെ വിളിക്കണം. അച്ഛാന്ന് വിളിക്കാൻ നാവിനൊരു വഴക്കക്കുറവ്. അങ്ങനെ വിളിക്കാൻ ഭാഗ്യം ഉണ്ടായിട്ടില്ല. സംസാരിക്കാൻ തുടങ്ങുന്നതിന് മുമ്പേ അച്ഛൻ മരിച്ചതാ. ആ കുറവ് ഇപ്പൊ തീർന്നു വിചാരിച്ചു. അച്ഛൻ, അമ്മ, സഹോദരങ്ങള് എല്ലാരും ഉണ്ട്. അങ്ങനെ ബാലചന്ദ്രൻ ഒരു റൊട്ടേറിയൻ ബാലചന്ദ്രനായിരിക്കുന്നു. ഒരു ബിസിനസ്സുകാരനെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനെയുള്ള ക്ലബ്ബുകളും റിലേഷൻഷിപ്സും വളരെ എസെൻഷ്യലാ. അതുകൊണ്ട് ഞാൻ നിർബന്ധിച്ച് ചേർത്തതേ. ആ, അപ്പൊ നിങ്ങൾ കുടിക്കോ. ഞാൻ നാളത്തെ നിങ്ങളുടെ ഫ്ലൈറ്റ് ടിക്കറ്റ്സാ. ഇത് നിന്റെ തരണോ അതോ അവളെ ഏൽപ്പിക്കണോ? സുഭദ്രയുടെ കൊടുത്തേക്ക്. ബാലേന്ദ്ര സാർ ഇരിക്കേ, നമുക്കൊന്ന് കൂടാം. ആശ ഒരു കസേരക്ക് എടുത്തേ. വേണ്ട, ഞാൻ ഇരിക്കുന്നില്ല. എനിക്ക് ഈ വേഷമൊക്കെ മാറി ഒന്ന് കുളിക്കണം. ആ, ഒരു സ്മോൾ അടിക്കേ. വേണ്ട. അതെന്താ, ഹോട്ടലുകാരെ സ്മോൾ അടിക്കില്ലേ? കഴിക്കായി ഒന്നുമില്ല, കഴിക്കും വല്ലപ്പോഴും. ആ, എന്നാ ഇരി. ആ, വല്ലപ്പോഴും ഇന്നായിക്കോട്ടെ. നിർമ്മലയ്ക്ക് കള്ളിന്റെ പണം പിടിക്കില്ലായിരിക്കും. സത്യം പറഞ്ഞാൽ അതാ കാര്യം. വെറും 6ാമത്തെ രാത്രിയല്ലേ അയാള് കൃഷ്ണേട്ടാ. നമ്മള് സ്മാള് വീശിന്നും പറഞ്ഞ് നോ എൻട്രി ബോർഡ് വെച്ചാൽ കഴിഞ്ഞില്ലേ? മാലി എങ്ങനെയാ? നോ എൻട്രി മാത്രമല്ല, ആ പരിസരത്തെങ്ങും കണ്ടുപോരുന്നു. എന്റെ സുഭദ്രയ്ക്ക് ഇപ്പോ ഈ മണമില്ലെങ്കിൽ പിടിക്കില്ല.